ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിൽ നിന്നും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾ ഈ ഒരു പരിപാടിക്കായിട്ട് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിഡ്ജേണി ആണ്. ഇപ്പോൾ മിഡ്ജേണിക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, നമ്മൾക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് കിട്ടിയിരിക്കുകയാണ്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് leonardo.ai ആണ്. ഇവിടെ നമുക്ക് ലോഞ്ച് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം യെസ് ഐ ആം വൈറ്റ് ലിസ്റ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹോം പേജിലാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ അതായത് ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് നമ്മുടെ മോഡൽസ്. ഈ ഒരു മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻറ്റേജ് സ്റ്റൈൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻറ്റേജ് സ്റ്റൈൽ രീതിയിലുള്ള ഇമേജസ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് കുറേ മോഡൽസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ വെർഷൻ 2 ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലുസ്ട്രേറ്റീവ് ഇമേജസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ പിക്സൽ ആർട്ടിനായിട്ട് വരെ ഓരോ മോഡൽസ് സെപ്പറേറ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ എക്സ്ട്രീം ഇമേജസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾക്ക് മുകളിൽ 150 ടോക്കൺസ് കാണുവാൻ സാധിക്കും. ഇത് 24 മണിക്കൂർ കൂടുമ്പോഴും റീസെറ്റ് ആവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇന്ന് 150 ടോക്കൺസ് യൂസ് ചെയ്യാം. ചിലപ്പോൾ ഒരു 4 ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 4 ടോക്കൺ ആയിരിക്കും ആവശ്യമായിട്ട് വരിക. അപ്പം നമുക്ക് 4 ടോക്കൺ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും അറിയാവുന്നതാണ്. 150 ടോക്കൺസ്, ഈ ഒരു ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് 150 ടോക്കൺസ് ലഭിക്കുന്നതാണ്. നമുക്ക് കൂടുതൽ ടോക്കൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പർച്ചേസിങ് പ്ലാൻ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വേറെ വേറെ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വരേണ്ടത് യൂസർ ടൂൾസിന്റെ തൊട്ട് താഴെയുള്ള AI ഇമേജ് ജനറേഷൻ എന്ന ഭാഗത്താണ്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളുടെ നേരത്തെ ജനറേഷൻ ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് ജനറേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു ബേസിക് പ്രോംപ്റ്റ് ഐഡിയ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്യാറ്റ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല ഇമേജസ് കിട്ടിയെന്ന് വരത്തില്ല. അതിന് പകരം ഇവരെ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. അതാണ് പ്രോംപ്റ്റ് ജനറേഷൻ. നമ്മൾ ഇമേജ് ജനറേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന, അതായത് ഈ ഒരു മുകളിൽ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. നെഗറ്റീവ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു പോർട്രേറ്റ് പറയുമ്പം AI ആയതുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു പോർട്രേറ്റ് എന്ന് കൊടുത്താലും ചിലപ്പോൾ നമുക്ക് അതിനകത്ത് 5-6 ഫേസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് തരും. അപ്പം അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് നെഗറ്റീവ് പ്രോംപ്റ്റ്സിനകത്ത് പോയാൽ നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഇത്രയും പ്രോംപ്റ്റ്. അതിൻ്റെ ഒന്നും ആവശ്യം ഇതിനകത്ത്, അതായത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന ഈ ഒരു പ്രോംപ്റ്റിനകത്ത് ഇല്ല. ഈ ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് ഇല്ലുസ്ട്രേഷൻ ഓഫ് traditional Japanese village rendered in a vector design with muted colors and line art inspired by the trending artworks of Greg Rutkowski 8K ultra realism. ഇത്രയാണ് ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ്. ഇതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മോഡലിനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ട് കസ്റ്റം മോഡൽ എന്നതിൽ പോയി കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോം മോഡൽസിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തെ എല്ലാ മോഡൽസും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആനിമൽ ക്യാരക്ടർ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ റാബിറ്റ് ആകാം, അല്ലെങ്കിൽ അതുപോലത്തെ ആനിമൽസിൻ്റെ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുരങ്ങന്മാരൊക്കെ ആവാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ട് ആനിമൽ ക്യാരക്ടേഴ്സിൻ്റെ മോഡൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നല്ല ഒരു ഇമേജ് ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പോകുന്നത് ലിയനാർഡോ ഡിഫ്യൂഷൻ ആണ്. ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ട്രെയിനിങ് റെസൊല്യൂഷൻ ഇവിടെ കാണാൻ സാധിക്കും. 1024x1024 ആണ്. അപ്പം ഈ ഒരു ട്രെയിനിങ് റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ബെസ്റ്റ് ഇമേജ്, അതായത് ഈ ഒരു മോഡൽ ഉപയോഗിച്ച് നമുക്ക് നല്ല ബെസ്റ്റ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1024x1024 സെലക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് പ്രോംപ്റ്റ് മാജിക് വേർഷൻ 2 ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി.
നമുക്കിതാ ഇവിടെ നമ്പർ ഓഫ് ഇമേജസ്, അതായത് ഒറ്റയടിക്ക് നമുക്ക് എത്ര ഇമേജസ് കിട്ടണം. ഞാനൊരു 4 കൊടുക്കുവാണ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ദിസ് വിൽ യൂസ് 7 ടോക്കൺസ്. 3 കൊടുത്തു കഴിഞ്ഞാൽ 5 ടോക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 കൊടുത്തു കഴിഞ്ഞാൽ 4 ടോക്കൺസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെയാണ് ഇമേജ് ഡയമെൻഷൻസ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട ഡയമെൻഷൻസ് സെലക്ട് ചെയ്യാനാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ലിയനാർഡോ ഡിഫ്യൂഷൻ, അതായത് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡല് ട്രെയിൻ ചെയ്തിരിക്കുന്നത് 1024 × 1024 സൈസിലാണ്, അതായത് ഒരു 1:1 രീതിയിലാണ്. അപ്പം അതിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്താലേ നമുക്ക് അതിൻ്റെ ബെസ്റ്റ് ഇമേജസ് കിട്ടത്തുള്ളൂ. നമുക്കിനി ഇവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ 16:9 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാനാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ പോകുന്നത് 1:1 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇമേജ് ടു ഇമേജ് ഉണ്ട്. അതായത് നമ്മളൊരു ഇമേജ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പിക്ചർ റെഡിയാക്കുന്നതാണ് ഇമേജ് ടു ഇമേജ് ജനറേഷൻ. അപ്പം ഞാൻ ഇവിടെ ജനറേറ്റ് കൊടുക്കുവാണ്. ഇവിടെ നമുക്ക് നെഗറ്റീവ് പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ സ്റ്റൈല് ലിയനാർഡോ സ്റ്റൈല് സെലക്ട് ചെയ്യുന്നു, ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പിക്ചർ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പ്രോംപ്റ്റിനെ ഞാൻ വേറൊരു രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു പിക്ചേഴ്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് അൺസൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഞാൻ ഇവിടെ അൺസൂം ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് കുറച്ച് ടൈം എടുത്ത് അത് അൺസൂം ചെയ്യുന്നതാണ്. ഓർക്കുക, അൺസൂം ചെയ്യുന്നതിനെല്ലാം നമുക്ക് ക്രെഡിറ്റ്സ് പോകുന്നതാണ്. ക്രെഡിറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ടോക്കൺ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ 150 ടോക്കണുള്ള ആ ഒരു ബേസിക് പ്ലാനിനകത്താണ്. അതിനുശേഷം ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, അൺസൂംഡ് ഇമേജ് എന്നതിൽ സെലക്ട് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ ഒരു അൺസൂംഡ് ഇമേജ് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് അൺസൂംഡ് ഇമേജ്. ചിലപ്പോൾ ഇങ്ങനെ വരും, ചിലപ്പോൾ ഈ ഒരു ഇമേജിന്റെ തന്നെ ബാക്കിയായിട്ട്, അതായത് ഈ ഒരു വീഡിയോ ഒക്കെ ബാക്കിയായിട്ട് തന്നെ ചിലപ്പോൾ കാണിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ വേറൊരു പ്രോംപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് പ്രോംപ്റ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ് പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ലിയനാർഡോ സ്റ്റൈല് ഞാൻ നണ്ണ് കൊടുക്കുകയാണ്. ആഡ് നെഗറ്റീവ് പ്രോംപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നമ്പർ ഓഫ് ഇമേജസ് 4 ആണ് സെലക്ട് ചെയ്യുന്നത്. ഇമേജ് ഡയമെൻഷൻസ് 1024 × 1024 സെലക്ട് ചെയ്യുന്നു. ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് ആ ഒരു പിക്ചർ വരുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പിക്ചേഴ്സ് ഒക്കെ 20 സെക്കൻഡിനുള്ളിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് 11 സെക്കൻഡിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. സോ ഞാൻ കൊടുത്തത് ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ലയണൽ മെസ്സിക്ക് വരെ ഞാൻ ഇലോൺ മസ്ക് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് വേറെ രീതിയിലായിരിക്കും കിട്ടാൻ പോവുക. അതിനുശേഷം ജനറേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു മോഡലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ലിയനാർഡോ ഡിഫ്യൂഷൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 12.7 സെക്കൻഡിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു എലോൺ മസ്കിന്റെ ആ ഒരു പിക്ചർ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ, അതായത് സ്റ്റാൻഡിങ് ഓൺ എ സ്റ്റേജ്, സൈഡ് പ്രൊഫൈൽ, കാരിക്കേച്ചർ, ചിബി, കവായ്, 3D റെൻഡറിങ്, ഒക്ടേൻ റെൻഡറിങ് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഇമേജ് അവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഫീല് അതിന് വന്നിട്ടുണ്ട്. ഈ ഒരു ഒറിജിനൽ ഇമേജ് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺസൂം ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിന് 5 ടോക്കൺസ് ആണ് യൂസ് ചെയ്യുക. 5 ടോക്കൺസ് കൊടുത്ത് നമുക്ക് ഇതിനെ ഒന്ന് അൺസൂം ചെയ്യാം. ഇപ്പൊ നമുക്ക് അൺസൂം ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം അൺസൂംഡ് ഇമേജിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് അൺസൂംഡ് ആയിട്ടുള്ള ഇമേജ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ പോലെയല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഇമേജിന്റെ അൺസൂം ചെയ്തിരിക്കുന്നത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൈഡിൽ ഒരു മരമുണ്ട്. ഇവിടുന്ന് വേറെ ഒരു പാൻഡ ആണെന്ന് നമുക്ക് വിചാരിക്കാം. വേറെ ഒരു പാൻഡ നമുക്ക് ഇവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് കിട്ടിയ ആ ഒരു ഇമേജ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സൈഡിലും റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്സ്കെയിൽ ഇമേജ് ഉണ്ട്, HD സ്മൂത്ത് അപ്സ്കെയിൽ ഉണ്ട്, അതേപോലെ തന്നെ HD ക്രിസ്പ് അപ്സ്കെയിലും ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ
leonardo.ai ഉപയോഗിച്ച്, അതായത് മിഡ്ജേണിയുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മിഡ്ജേണി പ്രൈസിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ നമുക്ക് ഒരു ഇമേജ് പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന രീതിയിലാക്കി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ ഒരു leonardo.ai. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തത് leonardo.ai എന്ന് പറഞ്ഞ സർവീസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alphin, signing out. Goodbye.